ചാവ എന്ന പ്രൊപ്പഗണ്ട സിനിമ എണ്ണ പകർന്ന ഹിന്ദുത്വ ദേശീയ വികാരം ആളിക്കത്തിക്കുകയാണ് മഹാരാഷ്ട്ര ഭരണകൂടം. മറാത്ത ഭരണാധികാരികളായിരുന്ന ശിവജിയെയും മകൻ സംഭാജിയെയുമാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രക്കാരെ ഇളക്കിവിടാൻ പറ്റിയ ഏറ്റവും മികച്ച ആയുധം തന്നെയാണത്. മറുവശത്ത് വില്ലനാക്കി നിർത്തിയിരിക്കുന്നത് മുഗൾ ഭരണാധികാരി ഔറംഗസീബ് കൂടിയാകുമ്പോൾ അതിന് വീര്യമേറും. ഔറംഗസീബിന്റെ കുടീരം പൊളിക്കാൻ കർസേവ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനോടകം സംഘപരിവാർ സംഘടനകൾ. നാഗ്പൂരിൽ ഒരു വർഗീയ സംഘർഷത്തിലാണ് നിലവിൽ ആ വിദ്വേഷ പ്രചാരണങ്ങൾ എത്തി നിൽക്കുന്നത്. മറാത്ത മുഗൾ യുദ്ധം ഊതി വീർപ്പിച്ച് ഹിന്ദു മുസ്ലിം വൈരം കത്തിച്ചു നിർത്തുകയാണ് BJPയും ദേവേന്ദ്ര ഫഡ്നാവിസ് ഭരണകൂടവും. അതിനിടയിലാണ് അതേ സർക്കാരിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ മഹാരാഷ്ട്രയിൽ ഒരു ഇഫ്താർ വിരുന്നിന് ആതിഥ്യം വഹിച്ചത്. മുംബൈയിലെ മറീൻ ലൈൻസിലായിരുന്നു റമദാനോടനുബന്ധിച്ച് NCP അജിത് പവാർ പക്ഷം ഇഫ്താർ സംഗമവേദി ഒരുക്കിയത്. ഭരണകൂടം നേരിട്ട് മുസ്ലിം വിരുദ്ധത കത്തിച്ചു നിർത്തുമ്പോഴാണ് അതേ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്ന്. വർഗീയതയും മതസ്പർദ്ധയും പിടിമുറുക്കിയ മഹാരാഷ്ട്ര രാഷ്ട്രീയ സാമൂഹികാവസ്ഥയിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ ഇഫ്താറിന്. എന്നാൽ അതേ വേദിയിൽ അജിത് പവാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ അതിനും മുകളിൽ വരുന്നതാണ്. മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഭീഷണിയുമായി ആര് വന്നാലും അവരെ വെറുതെ വിടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും ശക്തിയായ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. മതസൗഹാർദ്ദത്തിന്റെയും മതാന്തര ഐക്യത്തിന്റെയും പ്രാധാന്യം വിളിച്ചു പറയുന്നതായിരുന്നു അജിത് പവാറിന്റെ പ്രസംഗം. ഹോളിയും ഗുഡി പഡ്വയും ഈദും പോലെയുള്ള ഉത്സവങ്ങൾ ജനങ്ങൾക്കിടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനാണെന്നും അതുകൊണ്ട് അതെല്ലാം ഒരുമിച്ചാണ് ആഘോഷിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ശിവജി, ഡോക്ടർ BR അംബേദ്കർ, ജ്യോതിബ ഫൂലെ അടക്കമുള്ള മഹാന്മാരായ നേതാക്കളെല്ലാം എല്ലാ മതജാതി വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടാണ് സാമൂഹിക പുരോഗതിയുടെ വഴി തെളിച്ചു തന്നത്. ആ പാരമ്പര്യമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും പവാർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ ഐക്യത്തിന്റെയും നാനാത്വത്തിന്റെയും പ്രതീകമാണ്. നമ്മൾ ഹോളി ആഘോഷിച്ചു, ഇപ്പോൾ ഗുജി പഡുവയും ആഘോഷിക്കുന്നു. ഇനി ഇതാ പെരുന്നാളും വരാനിരിക്കുകയാണ്. ഒരുമയോടെ കഴിയാനാണ് ഈ ആഘോഷങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഐക്യത്തിലാണ് നമ്മുടെ ശക്തി നിലകൊള്ളുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് NCP തലവൻ കൂടിയായ അജിത് പവാർ. മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ മുസ്ലിം സഹോദരി സഹോദരന്മാരിൽ നോട്ടമിടുന്നവരും രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷത്തിന് ശ്രമിക്കുന്നവരും നിയമം കയ്യിലെടുക്കുന്നവർ ആരായാലും അവരെ വെറുതെ വിടില്ല. അവർക്ക് മാപ്പില്ലെന്നും പറയുന്നു അജിത് പവാർ. നിരന്തരം മുസ്ലിം വിരുദ്ധ വിദ്വേഷം തുപ്പുന്നയാളാണ് മഹാരാഷ്ട്ര സർക്കാരിൽ പവാറിന്റെ സഹപ്രവർത്തകനും BJP നേതാവുമായ നിതീഷ് റാണ. ഏറ്റവും ഒടുവിൽ ശിവജി വിഷയത്തിലും കടുത്ത മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾ ശിവജിയുടെ ആർമിയല്ലെന്നായിരുന്നു പ്രസ്താവന. ഈ പരാമർശത്തിനെതിരെയും നേരത്തെ അജിത് പവാർ രംഗത്തെത്തിയിരുന്നു. മഹാരാഷ്ട്രയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പരിക്കുണ്ടാക്കുന്ന പ്രസ്താവനയാണിതെന്നായിരുന്നു പവാറിന്റെ വിമർശനം. വിവിധ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനാണ് ചരിത്രത്തിലെങ്ങും ഇവിടുത്തെ നേതാക്കൾ പരിശ്രമിച്ചിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിനിടെ ശരത് പവാർ പക്ഷം NCP തലവൻ ജയന്ത് പാട്ടീലുമായി അജിത് പവാർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായുള്ള വാർത്തകളും വരുന്നുണ്ട്. ശരത് പവാറിന്റെ നേതൃത്വത്തിൽ NCP യോഗം ചേരുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇരുവിഭാഗം നേതാക്കളുടെയും കൂടിക്കാഴ്ച. പൂനെയിലെ വസന്ത്ദാദ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചായിരുന്നു ജയന്തും അജിത്തും ചർച്ച നടത്തിയത്. ഏതാനും മിനിറ്റുകൾ നീണ്ടുന്ന സംസാരത്തിന് പിന്നാലെ അജിത് പവാർ മടങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ശരത് പവാർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ സ്ഥലത്തെത്തുകയും പാർട്ടി ഗവേണിംഗ് കൗൺസിൽ ചേരുകയും ചെയ്തത്. ജയന്ത് പാട്ടീൽ ശരത് പവാർ പക്ഷം വിടുമെന്നും അല്ല ഇരുപക്ഷവും ഒന്നാകുമെന്നുമുള്ള എല്ലാതരം അഭ്യൂഹങ്ങളും കഴിഞ്ഞ ഏതാനും നാളായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രഹസ്യ കൂടിക്കാഴ്ച ശ്രദ്ധേയമാകുന്നത്.